എല്ലാവർക്കും നമസ്കാരം. സൈക്കോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വളർച്ചയും വികാസവും എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഇതിനകത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. മറന്നു പോകരുത്, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെക്കാൾ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരിക്കലും ഈ ഭാഗമൊന്നും കാണാതെ പഠിക്കരുത്. എന്താണ് കണ്ടന്റ് എന്ന് മനസ്സിലാക്കിയേ പഠിക്കാവൂ കേട്ടോ. അപ്പോൾ വളർച്ചയും വികാസവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ആ ടീം കേട്ടാൽ തന്നെ അറിയാം എന്തുവാ ഈ വളർച്ച എന്ന് പറയുമ്പോൾ. നമ്മുടെ രൂപത്തിലോ പിണ്ടത്തിലോ ഒക്കെ ഉള്ള വർധനവിനില്ലേ നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം അതിനകത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. 2020 ചോദിച്ച ചോദ്യം: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വികാസത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വികാസവും വളർച്ചയാണ് ഈ ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ക്ലാസ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം: 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വില്ലുകൾ മാത്രം ഉപയോഗിച്ചു കൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ വികാസതത്വം താഴെ പറയുന്നവയിൽ ഏതാണ്? അത് 2024 ചോദ്യമാണ്. അത്രയും ലേറ്റസ്റ്റ് ചോദ്യമാണ്. അപ്പോൾ അത് മറന്നു പോകരുത്. നമുക്കൊന്ന് എന്താണെന്ന് അറിയണം അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ചോദ്യമാണ്: തെറ്റായ പ്രസ്താവന ഏത്? കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതിന് വികാസവും പാരമ്പര്യവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ആ ചോദ്യം. വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൽ പാരമ്പര്യവും പര്യാവരണവും ഒരുപോലെ പങ്കുവഹിക്കുന്നു. പാരമ്പര്യമായ കഴിവുകൾ ഏത് എൻവയോൺമെന്റിലും, ഏത് സാഹചര്യത്തിലും, ഏത് പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു എന്നാണ്. മൂന്നാമത്തത്: അനുകൂലമായ പര്യാവരണത്തിൽ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും, ഏത് ഘടകങ്ങളും വികാസം പ്രാപിക്കുന്നു എന്നുണ്ട്. പാരമ്പര്യം വികാസത്തിന്റെ അടിത്തറയും പര്യാവരണം അതിൻ്റെ ഘടനയുമാണെന്നാണ് 4ാമത്തെ പോയിന്റ്. സത്യം പറഞ്ഞാൽ ഈ 4 പോയിന്റ് കേട്ട് കഴിഞ്ഞാലും പ്രത്യേകിച്ച് തെറ്റുള്ളതായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു തെറ്റുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ആൻസർ നമുക്ക് അറിയണ്ടായോ? ഓക്കെ, താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വികാസം അനുസ്യൂതമാണ്. വികാസം ശാരീരിക വികാസത്തിൽ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമമാണ്. മൂന്നാമത്: വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ലാസ്റ്റ് വൺ: വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും അവിടെയാണ് ആ കൊളുത്ത് വീണ് കിടക്കുന്നത് കേട്ടോ ആൻസർ. ഓക്കെ, അടുത്തത്: വികാസ തത്വം അല്ലാത്തതേത്? അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, കുഞ്ഞു ചോദ്യമാണ് അത് കേട്ടോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യന്. അത് കഴിഞ്ഞിട്ട് ബാക്കി 3 വയസ്സുള്ള കുട്ടിക്ക് കൈവിരലുകൾ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും വേഗത്തിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതാണ് ആ ഒരു മാറ്റം എന്നുള്ളതാണ് ഡയറക്റ്റ് ചോദ്യമാണ്. അത് കുഴപ്പമില്ല. അടുത്തത്: ശിശുവികാസത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയുള്ളതാണ്. വികാസം പ്രവചനാതീതമാണ്. വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചോണം. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്റർ റിലേറ്റഡ് ആണെന്ന് മറ്റ് പല മേഖലകളുമായിട്ട്. ഇത് 2025 ചോദ്യമാണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേറ്ററ്റിന്റെ ചോദ്യം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ശരിയായ ചാലക വികാസ തത്വങ്ങളേവ? സൂക്ഷ്മപേശിയിൽ നിന്ന് സ്ഥൂലമത്തിലോട്ടാണോ, ഏകപാർശ്വത്തിൽ നിന്ന് ബൈലാറ്ററൽ അതായത് ദ്വിപാർശ്വത്തിലേക്കാണോ, ശിരോഭാഗത്ത് നിന്ന് പാദത്തിലേക്കാണോ, നമ്മുടെ തലയിൽ നിന്ന് താഴേക്കാണോ എന്നുള്ള അർത്ഥം. അധിക ഊർജ്ജ വിനിമയത്തിൽ നിന്ന് ലഘു ഊർജ്ജ വിനിമയത്തിലേക്കാണോ എന്നൊക്കെയാണ് ഓപ്ഷൻസ്. ഓക്കെ, അവിടെയും നല്ലൊരു ചോദ്യം കേട്ടോ, 2022 ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളർച്ചയെക്കുറിച്ച് തുടങ്ങാം. നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഓർത്ത് നോക്കി. നിങ്ങൾക്കറിയാം വളർച്ച എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഒരു ശിശുവിൻ്റെ ഘടനാപരവും ശാരീരികപരമായ മാറ്റത്തെ കുറിക്കുന്നു, ശരിയല്ലേ? ഒരാൾക്ക് വണ്ണം വെക്കുന്നു, ഒരാൾക്ക് നീളം വെക്കുന്നു, അവരുടെ ഘടനാപരമായിട്ടുള്ള മാറ്റമാണ് അല്ലേ? കോശവർദ്ധനവിൻ്റെ ഫലമായിട്ടാണ്, സെൽ ഡിവൈഡ് ചെയ്താണ് വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ വളർച്ച എന്ന് പറയുന്നത് അത് ഘടനാപരമാണ്, അത് ശാരീരികപരമായ മാറ്റത്തെ കുറിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ കോശങ്ങളുടെ വർധനവിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വളർച്ച ഉണ്ടാകുന്നത്. ഓക്കെ, വളർച്ച ജൈവകോശങ്ങളുടെ വർധനവിൻ്റെ ഫലമായിട്ടാണ് നടക്കുന്നത്. ഇത് സ്വാഭാവികമായും സ്വയം സംഭവിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നമ്മൾ പോലും അറിയുന്നില്ല, നമ്മുടെ സെൽസ് ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും. അപ്പോൾ അത് വളർച്ച ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആരുടെയും സഹായം കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. വളർച്ച ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? കണ്ടിന്യൂസ് ആണോ വളർച്ച? അല്ല, വളർച്ച പരിപക്വനത്തോടെ അവസാനിക്കുന്നു. ഒരു 20 വയസ്സ് വരെയൊക്കെ നമുക്കൊരു നീളം വയ്ക്കത്തൊക്കെ ഉള്ളൂ. വണ്ണം ഓക്കെ, അത് ഒബ്വിയസ്ലി നമ്മുടെ ഹാബിറ്റ് അനുസരിച്ചും നമ്മുടെ ഭക്ഷണ ശൈലികളനുസരിച്ചും ഒക്കെ അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നീളം വെക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കുമുള്ള വളർച്ച എന്ന് പറയുന്നത് പരിപക്വനത്തോടെ എന്തോ ചെയ്യുന്നുണ്ട്? അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാണ്. സെൽ ഡിവൈഡ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഘടനാപരമായ മാറ്റത്തെ കുറിക്കുന്നുണ്ട്, ശാരീരികപരമായ മാറ്റത്തെ കുറിക്കുന്നതാണ് വളർച്ച. സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ്. പക്ഷെ ഒരിക്കലും കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല. പരിപക്വനത്തോടെ എന്തോ സംഭവിക്കുന്നുണ്ട്? വളർച്ച അവസാനിക്കുന്നു. പരിപക്വനം സംഭവിക്കുന്നതിനോടെ
വളർച്ച എന്തോ ചെയ്യുന്നുണ്ട്, അവസാനിക്കുന്നുണ്ട്. ഓക്കെ, വളർച്ച ഘടനാപരവും ശാരീരികപരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ശരിയല്ലേ? എൻ്റെ കൈകൾക്ക് നീളം വെക്കുന്നു, എനിക്കത് കാണാം, ഒരാൾക്ക് ഒബ്സർവ് ചെയ്യാം, അത് അളന്നെടുക്കാം, പറ്റത്തില്ലയോ? അതിൻ്റെ ഫലങ്ങൾ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, നേരിട്ട് നിരീക്ഷിക്കാം. അതുകൊണ്ട് വളർച്ച എന്തുമായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഗണാത്മകമാണ്. ഗണം എന്ന് വെച്ചാൽ എന്താ, ക്വാണ്ടിറ്റി. അത് നമുക്ക് എത്ര ആണെന്ന് അളന്നെടുക്കാൻ പറ്റും, നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് എന്തോ ചെയ്യാനും പറ്റും, അളന്നെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. വളർച്ചയും വികാസവും എന്ന് നമ്മൾ മെയിൻ ഹെഡിങ് പറഞ്ഞാലും വളർച്ചയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഒന്നുകൂടെ ഞാൻ വളർച്ചയെക്കുറിച്ച് പറയട്ടെ. ഒരു വ്യക്തിയുടെ ശാരീരികപരമായ മാറ്റത്തെ കുറിക്കുന്നതാണ് വളർച്ച. അവരുടെ ഘടനാപരമായ മാറ്റം, അവർക്ക് കൈവിരലുകൾക്ക് നീളം വയ്ക്കുന്നു, അവരുടെ അവയവങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുന്നു. സെൽസ് കോശവർദ്ധനവിൻ്റെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത്, വളർച്ച നടക്കുന്നത്. വളർച്ച നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ പറ്റും, അതുകൊണ്ട് അതിനെ അളക്കാൻ പറ്റും. അതുകൊണ്ട് അതെന്തുവാ, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. വളർച്ച എന്ന് പറയുന്നത് ഗണാത്മകമാണ്, തെറ്റിപ്പോവരുത്. വളർച്ച എന്തുവാ, ഗണാത്മകമാണ്. പരിപക്വം സംഭവിക്കുന്നതോടെ എന്തോ സംഭവിക്കുന്ന, വളർച്ച അവസാനിക്കുന്നു, കംപ്ലീറ്റ് ആവുന്നു. ഇനി ഇച്ചിരിയും കൂടെ എനിക്ക് ഇച്ചിരിയുടെ നീളം വെക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും രക്ഷയുണ്ടോ? ഒരു രക്ഷയില്ല. സത്യം പറയില്ല, എനിക്ക് ഇച്ചിരിയുടെ നീളം വെക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം. KSRTC ബസ്സിൻ്റെ മുകൾ വശത്തെ ആ ഒരു കമ്പ് എനിക്ക് ആ ഒരു ഇത് എനിക്ക് എത്തത്തില്ല. അപ്പോൾ അതിലൊരു താഴോട്ട് കിടക്കുന്ന ഹാങ്ങിങ്ങിനകത്ത് പിടിച്ചിട്ടായിരിക്കും ഞാൻ പലപ്പോഴും നിൽക്കുന്നത്. പക്ഷേ വളർച്ച ഒരിക്കലും കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല. ഓക്കെ, ക്ലിയർ ആയോ? ശരിയാണേ. അടുത്ത ടേമാണ്, അത് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, വികാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുമായിരിക്കും വികാസം എന്ന് പറയുന്നത്? ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഒരു വ്യക്തിയുടെ ശാരീരിക, മാനസിക, വൈകാരിക, ചിന്താപരമായ, ഭാഷാപരമായ പ്രശ്നപരിഹരണ ശേഷി, ആ തലങ്ങളിലെല്ലാം ഉണ്ടാകുന്ന പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് വികാസം എന്ന് പറയുന്നത്. എൻ്റെ കൈവിരലുകൾക്ക് നീളം വെക്കുന്നത് വളർച്ച, എന്നാൽ ആ വിരലുകൾ ഉപയോഗിച്ച് സൂക്ഷ്മതയോടെ ഈ പേന പിടിക്കാനുള്ള ആ ഒരു ശേഷി ആർജിക്കലുണ്ടല്ലോ, അതാണ് മക്കളെ വികാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? നമ്മുടെ ശരീരഭാഗങ്ങളിലുള്ള മാറ്റം അതൊക്കെ വളർച്ചയാണ്. എന്നാൽ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യക്തതയോടെയും കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും ചെയ്യാനുള്ള ചില കഴിവുകൾ ആർജിച്ചെടുക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ കഴിവുകൾ ആർജിച്ചെടുക്കത്തില്ലേ, അതിനാണ് നമ്മൾ വികാസം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഭാഷയിലുള്ള ആ ഭാഷാ മേഖലയിലുള്ള ഒരു പുരോഗമനമല്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ അതിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. നമ്മളുടെ ചിന്തകൾ പണ്ട് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന പോലെയാണോ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ ചിന്തകൾക്കെല്ലാം നല്ല വ്യക്തത വന്നു, നല്ല വ്യക്തമായ കാഴ്ചപ്പാട് വന്നു, സൂക്ഷ്മത വന്നു, കൃത്യത വന്നു. ഇതൊക്കെയാണ് ഈ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണെന്ത്, വികാസം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, വികാസം നമുക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. വികാസത്തെ നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റത്തില്ല. വികാസം ഒരു വ്യക്തിയുടെ കഴിവാണ്. ഇപ്പം എനിക്ക് വൈകാരികമായിട്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്, എൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് എടുത്തു വെച്ചൊന്ന് അളക്കാമെന്ന് വിചാരിച്ച് പറ്റുമോ? നടക്കുമോ? ഒരു രക്ഷയില്ല. വികാസം ഒരിക്കൽ പോലും, അതൊരു കഴിവല്ലേ മക്കളെ, വികാസം ഒരിക്കൽ പോലും നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അത് ക്വാളിറ്റേറ്റീവാണ്, ഗുണാത്മകമാണ് വികാസം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് നല്ല സ്പീഡിൽ, ഇപ്പം എൻ്റെ കൈക്കും കാലിനും നീളം വെക്കുന്നത് വളർച്ചയാണ്. എന്നാൽ ഈ കാല് ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് സ്പീഡിൽ ഓടുകയാണ്, അല്ലെ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ശേഷി ആർജിക്കൽ, അതാണ് എന്തെന്ന് പറയുന്നത്, വികാസം എന്ന് പറയുന്നത്. വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം വഴി നമ്മുടെ വ്യവഹാരത്തിൽ, നമ്മുടെ കഴിവുകളിൽ, നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ ശേഷികളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റത്തെ വിളിക്കുന്ന പേരാണെന്ത്, വികാസം. ഓക്കെ, വികാസം ജീവിയുടെ ഒന്നായുള്ള മാറ്റമായി കരുതുന്നു. ജീവികളുടെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളെ അതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്തെന്ന് പറയാം, വികാസമെന്ന് പറയാം. ഓക്കെ, കുട്ടികളിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നടത്തുന്ന ബോധപൂർവവും ആസൂത്രിതവുമായ പരിശ്രമങ്ങളുടെ ഫലമാണ്. ഇപ്പം നമുക്കൊരു മാറ്റം വേണം, അപ്പം നമുക്ക് ബോധപൂർവവും ആസൂത്രിതമായിട്ട് നമ്മൾ ചെയ്യുക. പണ്ട് സംസാരിച്ചതുപോലെയല്ല, നമ്മളുടെ സംസാരത്തിലും നമ്മളുടെ ചിന്തകളിലും നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മൾ നല്ല രീതിയിലുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ആസൂത്രണമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ആ ശേഷിയാർജിക്കലാണ് എന്ത്, നമുക്കുള്ള വികാസം, നമുക്കുള്ള ഡെവലപ്മെൻറ്റ്, നമുക്കുള്ള ബിഹേവിയറിലുള്ള മാറ്റം. ഓക്കെ, വികസനം ഒരു അനുസ്യൂത പ്രക്രിയയാണ്. അനുസ്യൂതം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്, തുടർ പ്രക്രിയയാണ്. നമ്മുടെ ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ നടക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, വികാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരണാനന്തര സമയത്തൊക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് എന്തുമായിരിക്കും, ആധ്യാത്മികമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും, അവർക്ക് സ്പിരിച്വലായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കും, അങ്ങനെയുള്ള ബിഹേവിയറിലുള്ള മാറ്റങ്ങളായിരിക്കാം. അവരുടെ ചിന്തകൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്, അവരുടെ കാഴ്ചപ്പാടുകൾക്ക് ആ സമയത്ത് മാറ്റം വരുന്നുണ്ട്, അവർക്ക് വൈകാരിക ഇമോഷൻസിന് മാറ്റം വരുന്നുണ്ട്. അതെല്ലാം
എന്തോ മക്കളെ? വികാസമാണ് കേട്ടോ. വികാസം ഒരു അനുസ്യൂത പ്രക്രിയയാണ്. വികാസം ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ, ജനനം മുതൽ മരണം വരെ എന്ന് പറഞ്ഞാലും ഒരു കുട്ടി ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? വികാസങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വികാസം ഗർഭപാത്രത്തിൽ വെച്ച് ആരംഭിക്കുകയും അത് മരണം വരെ തുടരുകയും ചെയ്യുന്ന ഒരു തുടർ പ്രക്രിയയാണ്. അടുത്തത്, വികാസം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും പരിപക്വനത്തെയും പഠനത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ വികാസ തത്വങ്ങൾ പഠിക്കും, അപ്പം നമ്മൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വികാസം ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. വികാസം പരിപക്വനത്തെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്, വികാസം പഠനത്തെ ആശ്രയിക്കുന്നുണ്ട്, വികാസം പാരമ്പര്യത്തെ ആശ്രയിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് പറയാമേ. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്തത്, വികസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരിക്കലും നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാനോ അളക്കാനോ സാധിക്കില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഗുണാത്മകമാണ്, ഒരാളുടെ കഴിവാണ്. നമ്മൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊന്ന് ചേർത്ത് പറഞ്ഞേക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, 2 കോളമായിട്ട്. ഓക്കെ, വളർച്ച ഗണാത്മകമാണ്, വികാസം ഗുണാത്മകമാണ്. ഒരു വ്യക്തിയുടെ പിണ്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഭാരം, മാസ്, അതിലുണ്ടാകുന്ന മാറ്റമാണ്, ശാരീരികപരമായ മാറ്റം മാത്രമാണ് എന്ത്? വളർച്ച. വികാസമോ ഒരു വ്യക്തിയെ പതിയെ അനുക്രമമായി അവരുടെ മെച്യൂരിറ്റിയിലേക്ക്, അവരുടെ പരിപക്വനത്തിലേക്ക്, അവരുടെ ശേഷി ആർജിക്കുന്നതിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് വികസനം. ഓക്കെ, വളർച്ച എപ്പോഴും ഘടനാപരവും ശാരീരികപരമായ മാറ്റമാണ്. എന്നാൽ വികാസം എങ്ങനെയല്ല. വികാസം എന്താണ്? ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന എല്ലാത്തരം കഴിവുകളെയും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസീവായിട്ടുള്ള പുരോഗമനാത്മകമായ മാറ്റമാണ് ഏതെന്ന് പറയുന്നത് വികാസം. അനുസ്യൂത പ്രക്രിയ അല്ല വളർച്ച. ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിപക്വനം നമുക്കൊരു 20 വയസ്സോടെയൊക്കെ എന്താ വളർച്ച അങ്ങ് അവസാനിക്കുന്നു. എന്നാൽ വികാസം അങ്ങനെയാണോ? ഇല്ല, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതൊരു തുടർ പ്രക്രിയയാണേ. പരിപക്വനത്തോടെ വളർച്ച നിലയ്ക്കുന്നു. ബാഹ്യമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വളർച്ച എന്ന് പറയുന്നത്. ഇത് സമഗ്രമായ മാറ്റമാണ്. സാമൂഹിക, വൈജ്ഞാനിക, വൈകാരിക, ചിന്താപരമായ, സാൻമാർഗികപരമായ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന മാറ്റമാണ് എന്ത്? വികാസം. പരിപക്വനത്തെയും പഠനത്തെയും ഒന്നും നമ്മുടെ വളർച്ചയെ ആശ്രയിക്കുന്നില്ല, ശരിയല്ലേ? ഇപ്പം എനിക്കിപ്പോൾ പഠനമുണ്ട്, ആ പഠനത്തിനനുസരിച്ചാണോ എൻ്റെ വളർച്ച എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. എനിക്കിത്ര വളർച്ചയുണ്ട്, ആ വളർച്ച എൻ്റെ ഒരു പഠനവുമായിട്ട് യാതൊരു കുലബന്ധവുമില്ല, എൻ്റെ പരിപക്വനവുമായിട്ടും യാതൊരുവിധ ബന്ധവുമില്ല. പരിപക്വനം ഉണ്ടാകുന്നതോടെ, അതായത് ഏകദേശം ഒരു 20 വയസ്സോടെ അത് അവസാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇത്ര മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, എനിക്ക് ഇത്ര ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ എന്നിൽ വളർച്ച നടക്കൂ എന്നങ്ങനെ ഉണ്ടോ? ഒരിക്കലുമില്ല. ഇനി ഈ ഒരു പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കി. അപ്പുറത്ത് അതൊരു അനുസൂത പ്രക്രിയയാണ്. ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഗർഭധാരണം മുതൽ മരണം വരെ അത് തുടർന്നു പോകുന്നു. ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കോണേ. മനുഷ്യന് വികാസം ആരംഭിക്കുന്നത് ജനനപൂർവ്വഘട്ടം മുതലാണ്. അതായത് ഗർഭപാത്രത്തിൽ വെച്ചാണ്, ഗർഭധാരണം മുതലാണ് എന്ത്? ഒരു കുട്ടി ജനിച്ച് വീഴുന്നതിന് മുൻപേ തന്നെ നമുക്കറിയാലോ, ശാരീരികപരമായിട്ടുള്ള വികാസവും ഒക്കെ നമുക്കറിയാം. ആ ഒരു വികാസം നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളർച്ച വികസനത്തിന് കാരണമായെന്നും വരാം, അല്ലെന്നും വരാം. വളർച്ച എന്ന് പറയുന്നത് വികസന പ്രക്രിയയിലെ അനേകം ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഈ ഒരു പോയിന്റ് നല്ല വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോണം. എന്നുണ്ട് ഈ ഒരു പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, ഈ വളർച്ചയുടെ ലാസ്റ്റ് പോയിന്റ്. വളർച്ച എന്ന് പറയുന്നത് വികസനത്തിന് കാരണമായെന്നും വരാം, അല്ലെന്നും വരാം. എന്ന് വെച്ചാൽ വളർച്ച ഉണ്ടെങ്കിൽ വികസനം ഉണ്ടാകാം, ഇനി വളർച്ച ഇല്ലെങ്കിൽ വികസനം ഉണ്ടാകാതിരിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. വളർച്ച എന്ന് പറയുന്നത് വികസനത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഏതെന്ന് പറയുന്നത് വളർച്ച വികസനത്തിന് കാരണമായെന്നും വരാം, അല്ലെന്നും വരാം. അപ്പോൾ വളർച്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വികസനം സാധ്യമാകും. വളർച്ച ഒരു ഘടകമേ അല്ല. ഇപ്പോൾ വികാസത്തിൻ്റെ പാതയിൽ ഒരു ഘടകമേ അല്ല. ഇപ്പോൾ എനിക്ക് ഇത്ര വളർച്ചയുണ്ട് എങ്കിൽ മാത്രമേ എനിക്ക് വികാസം ഉണ്ടാകുമെന്നുണ്ടോ? ഇല്ല. വളർച്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വികാസം സാധ്യമാകും കേട്ടോ. ആ ഒരു പോയിന്റ് പല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറക്കി തിരിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. ഒരുപാട് വികസന ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം മാത്രമേ ഉള്ളൂ, വളർച്ച. അടുത്തത്, വളർച്ചയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സഞ്ചിതമായതിനാൽ അവയെ നിരീക്ഷിക്കാനും അളക്കാനും, ഞാൻ പറഞ്ഞില്ല, ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ കൈവിരലുകൾ ഇച്ചിരിയേ ഉള്ളൂ, പിന്നെ കുറച്ചുകൂടെ വളരും, പിന്നെ കുറച്ചുകൂടെ സഞ്ചിതമാണ്. ആദ്യം ഉണ്ടാകുന്നത് ഇങ്ങനെ ചേർന്നിരിക്കുക. നമുക്കത് കാണാൻ പറ്റും, നമുക്കത് നിരീക്ഷിക്കാൻ പറ്റും, നമുക്കതിൻ്റെ ലെങ്ത് നോക്കാൻ പറ്റും. അതൊക്കെ സഞ്ചിതമാകുന്നത് കൊണ്ട് നമുക്കത് നിരീക്ഷിക്കാനും അളക്കാനും പറ്റും. അവിടെ നോക്കിയേ, വികസനം ആന്തരികമാണ്. അതായത് നമുക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു കഴിവ്, ശേഷിയാർജിക്കലാണ് വികാസം എന്ന് പറയുന്നത്. അത് പരിപക്വനത്തെയും പഠനത്തെയും ഒക്കെ ആശ്രയിക്കുന്നു. വളർച്ചയില്ലെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞു വികാസം സാധ്യമാണ്. വികാസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് അളക്കാൻ പറ്റുമോ? ഇല്ല. വളർച്ച നമുക്ക് എങ്ങനെ വേണേലും അളക്കാം, വികാസം അളക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ,
എക്സാമ്പിൾ നമ്മളവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, കൈവിരലുകൾക്ക് നീളവും വണ്ണവും ഒക്കെ വെക്കുന്നത് വളർച്ചയാണ്. എന്നാൽ അത് ഉപയോഗിച്ച് കൃത്യമായി പേനയൊക്കെ പിടിച്ച് അത് എഴുതുവാനുള്ള ശേഷി ആർജിക്കലാണ് എന്തെന്ന് പറയുന്നത്, വികാസമാണ്. വികാസം ഒരു വ്യക്തിയുടെ സമഗ്രമായ മുഴുവനായിട്ടുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വികാസ തത്വങ്ങൾ എന്ന് പറയുന്നത്. വികാസ തത്വങ്ങൾ എന്ന ആശയം കൊണ്ടുവന്ന ഹാവിഗേഴ്സ്റ്റ് ആണ്. HAVIGHURST ഹാവിഗേഴ്സ്റ്റ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് വികാസ തത്വങ്ങൾ എന്ന ആശയം കൊണ്ടുവന്നത്. അതിൽ ഒന്നാമത്തെ ആശയം തന്നെ നിങ്ങൾക്കറിയാം, വികാസം അനുസ്യൂതമാണ്. എന്ന് വെച്ചാൽ എന്തുവാ, തുടർ പ്രക്രിയയാണ്. വികാസം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഗർഭധാരണ മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. ഓരോരോ ഭാഗങ്ങൾ, വളർച്ചയിലായാലും വൈകാരികമായ കാര്യങ്ങളിലായാലും ചിന്താപരമായിട്ടായാലും പ്രശ്നപരിഹരണ ശേഷികളിലായാലും നമുക്ക് ഇങ്ങനെ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വികാസത്തിൻ്റെ തോത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ. അടുത്തത്, വികാസത്തിൻ്റെ വേഗതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ശരിയാണ്, എല്ലാവർക്കും ഒരേപോലെ അല്ല വികാസം എന്ന് പറയുന്നത്. ചിലരിൽ ദ്രുതഗതിയിലായിരിക്കും, ചിലരിൽ വളരെ താമസിച്ചായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി എനിക്ക് വളരെ കുറവുള്ള ആളാണ്. ഇപ്പോൾ പതിയെ സ്റ്റേബിളായിട്ട് വരുന്നു. മറ്റേ അങ്ങനെയല്ല. അതിൽ എൻ്റെ ആ ഒരു അതായത് ഇമോഷണലിൻ്റെ കേസിൽ എൻ്റെ വികാസം എന്ന് പറയുന്നത് വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചിലർ അങ്ങനെയല്ല, വളരെ നേരത്തെ തന്നെ അവർ ഭയങ്കര ഇമോഷണലി ഭയങ്കര വൈകാരികപരമായി ഭയങ്കര സ്ഥിരത നേടിയിട്ടുള്ളവർ. അവർക്ക് ആ വികാസമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവർക്കൊക്കെ എങ്ങനെ ആയിരിക്കാം, ദ്രുതഗതിയിലായിരിക്കും അവരുടെ വികാസം നടക്കുന്നത്. ഓക്കെ, അടുത്തത്, ചില ഘട്ടങ്ങളിൽ അത് ദ്രുതഗതിയിലും കൂടിയും ചില ഘട്ടങ്ങളിൽ മന്ദഗതിയിലും നടക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കാം, ഓരോരുത്തരുടെ പ്രകൃതത്തിനനുസരിച്ചായിരിക്കാം കേട്ടോ. അത് നമുക്ക് അതിന് പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും നടക്കുന്നത്. ചില ഘട്ടങ്ങളും ചില സാഹചര്യങ്ങളും ചില കാലയളവും ഒക്കെ പോലെ ഇരിക്കും. മരണശൈലിയിൽ കിടക്കുന്ന ഒരാളിൽ പോലും ആത്മീയ വൈകാരികമായിട്ടുള്ള തലങ്ങളിൽ വികാസം സംഭവിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, മരണശൈലിയിൽ കിടക്കുന്ന ആൾ ആ സമയത്ത് അവർക്ക് വികാസം നടക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയുള്ള വികാസമോ അവരുടെ പ്രശ്നപരിഹരണ ശേഷിയാണോ? അതൊന്നുമല്ല, ആത്മീയമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം നടക്കുന്നു. അതുവരെ ചിലപ്പോൾ ദൈവത്തെ വിളിക്കാത്തവരായിരിക്കാം, ചിലപ്പോൾ ആ സമയത്തായിരിക്കാം, അല്ലെങ്കിൽ അതുവരെ മറ്റ് ബന്ധുജനങ്ങളെ കാണാൻ ആഗ്രഹമില്ലാത്തവരായിരിക്കാം. പക്ഷെ ആ സമയത്ത് അവരൊരു സാമൂഹികപരമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഇൻട്രാക്ഷന് ശ്രമിക്കും. അതൊക്കെ എന്താണ്, അവരിലുള്ള പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്തത് വികാസം. രണ്ടാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്തുവായിരുന്നു, അതിൽ തന്നെ വന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ എന്തായിരുന്നു, വികാസം അനുസ്യൂത പ്രക്രിയയാണ്. രണ്ടാമതാണ് വികാസം ഗതിനിയമം പാലിക്കുന്നു. ഡെവലപ്മെന്റ് ഷോസ് ഡയറക്ഷണൽ. എന്താണ്, തുടർച്ചയായിട്ട് ഒരു ക്രമമുണ്ട് വികാസത്തിന്. ചാടിക്കയറി അങ്ങ് നമുക്ക് വികാസം ഗതിനിയമം പാലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒറ്റയടിക്ക് അങ്ങ് പോകുകയല്ല വികാസം എന്ന് പറയുന്നത്, അല്ലേ? അതിന് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നു, നമ്മൾ നന്നായിട്ട് എഴുതുന്നു, അത് ചാടി കയറി ഒരു ദിവസം അങ്ങോട്ട് എഴുതുവാണോ? ഒരിക്കലുമല്ല. ആദ്യം നമ്മൾ ആ പേന പിടിക്കും. ആ പേന പിടിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഇങ്ങനെയല്ല നമ്മൾ പിടിക്കുന്നത്. എങ്ങനെയാണ്, നമ്മൾ നമ്മുടെ കൈ അപ്പാടെ എടുത്താണ് പിടിക്കുന്നത്, അല്ലേ? അത് ഇത്ര മുറുക്കത്തൊന്നുമില്ല, ഇങ്ങനെ കോരി എടുക്കത്തേ ഉള്ളൂ. പിന്നീടാണ് അതിനെ ഒന്ന് ശക്തമായി പിടിക്കുന്നത്. പല രീതിയിലായിരിക്കും അത് പിടിക്കുന്നത്. പിന്നീട് അത് പല വിരലുകൾക്കിടയിലായിട്ടായിരിക്കും വെച്ചേക്കുന്നത്. പിന്നീടാണ് അത് പതിയെ രണ്ട് വിരലുകളിലൊക്കെ അടുത്തു. പിന്നെ ഇത് മുറുക്കെ പിടിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ഓരോരോ പടങ്ങളൊന്നും അല്ല, ചുമ്മാ വരകളൊക്കെ കോറിയിടുന്നു. പിന്നീട് ചിത്രങ്ങൾ, പിന്നീടാണ് പതിയെ അക്ഷരങ്ങൾ, വാക്കുകൾ, സെൻറ്റൻസുകൾ, ആ ഒരു ഓർഡറിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വികസനത്തിൻ്റെ കൃത്യമായ ഒരു ഓർഡറിലെ ഏതൊരു കാര്യവും ഇതുപോലെ, ഇതിപ്പോൾ ഭാഷയുടെ കാര്യം, അതുപോലെ ഏത് വികാസത്തിൻ്റെ തലങ്ങൾ എടുത്താലും കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലുണ്ട്. അപ്പം നമുക്ക് ശാരീരിക വികാസത്തെക്കുറിച്ച് പറയാം. ഞാൻ പറയട്ടെ, വളർച്ചയും വികാസത്തിൻ്റെ ഒരു ഘടകമല്ലേ? അപ്പോൾ ശാരീരിക വികാസം നമുക്ക് പ്രധാനമായിട്ടും 2-3 തരത്തിലുണ്ട്. അത് നോക്കാമേ. പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്. സെഫാലോകോഡൽ സീക്വൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഷയുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഓർമ്മയുണ്ടല്ലോ. എങ്ങനെയാണ്, കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ പോയി. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ വികാസവും 1-2 ക്രമമായ ഓർഡറുണ്ട്. അതിലൊന്നാമത്തേതാണ് സെഫാലോകോഡൽ സീക്വൻസ്. അതായത് ശാരീരിക വികാസം തല മുതൽ പാദം വരെ, അതായത് ശിരോപാദാഭിമുഖം എന്നാണ് അതിന് കറക്റ്റ് മലയാളം. ശിരോപാദാഭിമുഖം കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ സെഫാലോകോഡൽ സീക്വൻസ് നമ്മുടെ തല മുതൽ പാദം വരെ എന്ന ക്രമത്തിലാണ് ശാരീരിക വികാസം നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഗർഭാവസ്ഥയിൽ പോലും കുഞ്ഞിൻ്റെ തലയുടെ ഭാഗമാണ് അത്. കഴുത്ത് തലയുടെ ഭാഗമാണ് ആദ്യം വികസിക്കുന്നത്, പിന്നെ കഴുത്തിൻ്റെ പിൻഭാഗം, പിന്നീടാണ് താഴ്ഭാഗത്തേക്ക് വരുന്നത് ശരീരം, ഉദരം, പിന്നീട് ലാസ്റ്റിലെ കൈകാലുകളിലേക്ക് എത്തത്തുള്ളൂ. നോക്കി, ഗർഭാവസ്ഥയിൽ എല്ലാ ജീവികളുടെയും തലയുടെ ഭാഗമാണ് ആദ്യം വികാസം പ്രാപിക്കുന്നത്. ഒരു നവജാത ശിശുവിൻ്റെ തലയുടെ ഭാഗം വികസിച്ചതിന് ശേഷം മാത്രമാണ്
ശേഷമാണ് കഴുത്തിൻ്റെ പിൻപേശികൾ വികസിക്കുന്നത്. അതിനുശേഷമാണ് കുട്ടികൾ നെഞ്ചിൻ്റെ ഭാഗം വികസിക്കുന്നത്. അതുകൊണ്ടല്ലയോ പിന്നെ ഇവർ ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. കുഞ്ഞിൽ കമന്ന് വീഴത്തില്ലേ? കമന്ന് വീഴുമ്പോൾ തലപൊക്കും, കഴുത്ത പിന്നാണ് ഉറപ്പിക്കുന്നത്. പിന്നീടാണ് അവരെന്തോ ചെയ്യുന്നത്? നെഞ്ച് ഉപയോഗിച്ച് ഉദരമൊക്കെ നെഞ്ച് ഉപയോഗിച്ച് നിരങ്ങത്തില്ലേ കമന്ന് വീഴുന്ന പിള്ളേർ? പിന്നീടാണ് എന്തോ ചെയ്യുന്നത്? മുട്ടുകാലയിരിക്കുന്നത്. പിന്നീട് പിടിച്ച് നിൽക്കും, പിന്നെ പിടിച്ച് നടക്കും, പിന്നീടല്ലേ ഓടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം എങ്ങനെയാ? തലഭാഗം, കഴുത്ത് ഭാഗം, നെഞ്ച് ഭാഗം, ഉദരം, പിന്നീടാണ് കൈകാലികളിലേക്ക് എത്തുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്. അതല്ലാതെ ജനിച്ച് വീണാൽ കൊച്ച് 2 ദിവസത്തിനുള്ളിൽ അങ്ങ് ഓടുകയോ? ഒരിക്കലുമില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു എന്തുണ്ട്? ഓർഡറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയോ? ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. കഥ പോലെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അതിൻ്റെ രണ്ടാമത്തത്. അപ്പോൾ രണ്ട് ഡയറക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തതാണ് തല മുതൽ പാദം വരെ. രണ്ടാമത്തതാണ് സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം. രണ്ടാമത്തത് എന്തുവാ? സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം. പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ശരീരത്തിൻ്റെ, നമ്മൾ മുമ്പ് ഈ തല മുതൽ പാദം വരെ എന്ന് പറയുന്ന ഡയറക്ഷനിൽ തന്നെ ഉൾപ്പെടുന്നതാ കേട്ടോ. ശരീരത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ, അതായത് നെഞ്ച്, ഹൃദയം, അതുപോലെ ഉദരം എന്നിവ വികസിച്ചതിന് ശേഷം മാത്രമേ കൈവിരലുകളിലേക്ക് വികാസം പോകത്തുള്ളൂ. അത് ശരിയല്ലേ? ആ നെഞ്ച് ഉപയോഗിച്ചു നീങ്ങുന്നു, ഉദരം ഉപയോഗിച്ച് നിരങ്ങുന്നു, പിന്നീട് ആ പിടിച്ചിരിക്കുന്നത് മുട്ടുകാലയിൽ എഴുതുന്നത്, പിന്നീട് പിടിച്ചു നിൽക്കുന്നു, പിന്നീടാണ് പയ്യെ പിച്ച വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ച് നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ സമീപസ്ഥമായിട്ടുള്ള ശരീരത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഭാഗങ്ങളായ ഹൃദയവും വൃക്കയും അതുപോലെ നെഞ്ചും ഉദരവും എല്ലാം വികസിച്ചതിന് ശേഷം മാത്രമേ വികാസം കൈകാലുകളിലേക്ക് എത്തുന്നുള്ളൂ. ആദ്യത്തെ കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് റിപ്പീറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ. അതിനെ മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്കൊന്നും പറയാം കേട്ടോ. മധ്യഭാഗത്തു നിന്ന് പാർശ്വവശങ്ങളിലേക്ക്, അല്ലെങ്കിൽ സമീപമായിട്ടുള്ള ഈ ഒരു ശാരീരിക ഭാഗങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക്, ദൂരേക്ക്. അതിനെ വിളിക്കുന്ന പേര് സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം, പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ്. അല്ലെങ്കിൽ മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്കെന്നോ സമീപത്തിൽ നിന്ന് പാർശ്വങ്ങളിലേക്കെന്നോ എങ്ങനെ വേണേലും ആക്കാം കേട്ടോ. അതുകൊണ്ട് ആ മലയാളം ചെയ്യുമെല്ലാം നിങ്ങൾക്ക് തന്നെ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 2-3 മലയാളം ചെയ്യും വെച്ച് തരുന്നുണ്ട്. നിങ്ങളത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത് നിന്ന് വശങ്ങളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അത് എഴുതിയത് കേട്ടോ. ഓക്കെ, അതൊന്ന് വായിച്ച് നോക്കിക്കോണേ. ശരീരത്തിൻ്റെ ഹൃദയം, കരൾ, ശ്വാസകോശം, വൃക്കകൾ തുടങ്ങിയ മർമ്മപ്രധാനമായ ഭാഗങ്ങളും ഉദരഭാഗങ്ങളും വികാസം പ്രാപിച്ചതിന് ശേഷം മാത്രമേ എവിടേക്ക് എത്തത്തുള്ളൂ? നമ്മുടെ വിരൽത്തുമ്പിലേക്ക് വികാസം എത്തത്തുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ. ഉദരവും ശിരസും ഉപയോഗിച്ച് നമ്മൾ നീന്തി തുടങ്ങി നിരങ്ങിയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പിടിച്ചു നിൽക്കാനും നടക്കാനും ഓടാനും ഒക്കെ നോക്കത്തുള്ളൂ. അടുത്തതാണ് വികാസം സഞ്ചിത സ്വഭാവത്തെ. മൂന്നാമത്തെ പോയിന്റ് എന്തുവാ? വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയുള്ളതാണ്. എന്തുമായിരിക്കും സഞ്ചിയുടെ പ്രത്യേകത? ആദ്യം ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചേക്കുക സഞ്ചിക്കകത്ത്. അതേപോലെയാ ഞാൻ ആദ്യം എന്തുവായിരുന്നു നിങ്ങളോട് പറഞ്ഞേ? ഇപ്പം നമ്മൾ നന്നായിട്ട് എഴുതുന്നു. ആദ്യം നമ്മൾ എന്താ ചെയ്തു? പേന പിടിച്ചു, പിന്നെ പേന ശക്തമായിട്ട് പിടിച്ചു, പിന്നെ നമ്മൾ വരകൾ വരച്ചു, പിന്നീട് അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? വാക്കുകൾ പഠിച്ചു, പിന്നീട് അക്ഷരങ്ങൾ, പിന്നീട് സെൻറ്റൻസ്, അതെല്ലാം ചേർത്ത് വെച്ചിട്ടില്ലേ? അത്രയും വികാസങ്ങൾ ഒന്ന് ചേർന്നല്ലയോ മക്കളെ ഇപ്പം നമ്മൾ നന്നായിട്ട് എഴുതുന്നത്? അല്ല ആദ്യമേ ചാടി കയറി നമ്മളങ്ങ് എഴുതുവാണോ? അല്ല. നിങ്ങളൊന്ന് ആലോചിക്കും, നല്ല അടിപൊളിയായിട്ട് ഓടുന്ന പിള്ളേർ ഓടുന്ന പിള്ളേർ ആദ്യം എന്തോ ചെയ്തു? കമന്ന് വീണു, നീന്തി, നിരങ്ങി, പിടിച്ചു നിന്നു. ഇങ്ങനെ മക്കളെയൊക്കെ ഓർക്കുക, അല്ലെങ്കിൽ അയൽവക്കത്തൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്താൽ മതി. അയൽവക്കത്തുള്ള പിടിച്ചു നിന്നു, പിന്നെന്തോ ചെയ്തു? പതുക്കെ ഇങ്ങനെ പിച്ച വെച്ച് നടന്നു. പിന്നീടല്ലയോ അവരൊന്ന് ഓടാനും ചാടാനും ഒക്കെ തുടങ്ങിയത്. അപ്പം ആദ്യം ഉണ്ടായ വികാസങ്ങളെല്ലാം ഒത്തുചേർന്നില്ലേ ആ ഓട്ടം എന്ന് പറഞ്ഞ ആ വലിയ വികാസത്തിലേക്ക് അവരെത്തിച്ചേർന്നത്? അത്രയേ ഉള്ളൂ സഞ്ചിത സ്വഭാവത്തെക്കുറിച്ച് പറയാൻ. നമ്മളിപ്പോൾ കാണുന്നു, കേൾക്കുന്നു, തൊട്ടു നോക്കുന്നു, മണത്തു നോക്കുന്നു, ഇതെല്ലാം സംവേദനമാണ്. ആ സംവേദനത്തിലൂടെ അല്ലയോ നമ്മൾ ഇന്ന കാര്യമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രത്യക്ഷണം നടന്നേ. ആ പ്രത്യക്ഷണത്തിലൂടെ അല്ലയോ നമ്മളൊരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയോ? അല്ലാതെ ഡയറക്റ്റായിട്ട് അങ്ങ് ഒരു പ്രശ്നം കിട്ടി നമ്മൾ അതിനങ്ങ് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണോ? ഒരിക്കലുമല്ല. സംവേദനം, പിന്നീട് പ്രത്യക്ഷണം, പിന്നീട് പ്രശ്നപരിഹാരം. ആദ്യം ഉണ്ടാകുന്നത് ചേർന്നാണ് പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയത്. നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈ ഓട്ടത്തിൻ്റെ ചട്ടത്തിൻ്റെ കാര്യം ഓർത്താലും മതി. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന വികാസങ്ങൾ ഒത്തുചേർന്ന് സഞ്ചിത രൂപത്തിലാണ് തുടർന്നുള്ള വികാസം സാധ്യമാകുന്നത്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോ.
ശിശു കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു. ഇതെല്ലാം സംവേദനമാണ്. ഇതിലൂടെ ഉണ്ടാകുന്ന പ്രത്യക്ഷണം നടക്കുന്നു. പ്രത്യക്ഷമാണ് ഒരു കുട്ടിയെ, ഒരു വ്യക്തിയെ അന്തർദൃഷ്ടിയിലേക്കും അവിടെ നിന്ന് പ്രശ്നപരിഹരണത്തിലേക്കും നയിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേൾവിയില്ലാതെ ഭാഷണം എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുക, ഭാഷണമില്ലാതെ വായനയോ വായനയില്ലാതെ ലേഖനമോ ഒന്നും നടക്കില്ല. അതെല്ലാം അതിൻ്റേതായിട്ടുള്ള ഓർഡറിലാണ്. LSRW എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, LSRW. അതിന് കൃത്യമായിട്ടുള്ളൊരു ഓർഡറുണ്ട്. അതെല്ലാം വികാസത്തിൻ്റെ രീതിയിൽ വരുന്നതാണ് കേട്ടോ. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.